Good morning, students. In this video, we are going to discuss about international bonds and foreign currency convertible bonds. In the last video, we have discussed about what are bonds and what are its features and what are the different types of bonds. And at that time itself, I have already mentioned that there are certain other kinds of bonds which I have not included in that, which needs to be studied a bit more in detail. So in this video, we are going to discuss about international bonds and foreign currency convertible bonds. Okay, now we'll see what is international bond. An international bond is a debt obligation that is issued in a country by a non-domestic entity. അതായത് ഓക്കെ ബോണ്ട് ഒരു ഡെപ്റ്റ് ഒബ്ലിഗേഷനാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ എ കൺട്രി ബൈ എ നോൺ ഡൊമസ്റ്റിക് എൻറ്റിറ്റി. ഇന്ത്യയിലുള്ള കമ്പനി അല്ലാതെ പുറത്തുള്ള കമ്പനി ഇന്ത്യയിൽ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാണ് ഇൻ എ ഫോറിൻ കറൻസി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർനാഷണൽ ബോണ്ട് എന്ന് പറയുന്നത്. ജനറലി ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ ദ കറൻസി ഓഫ് ഇറ്റ്സ് ഇഷ്യൂവേഴ്സ് നേറ്റീവ് കൺട്രി. എവിടെയാണോ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, പുറത്തുള്ള സേ ഫോർ എക്സാമ്പിൾ യു എസിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവരത് US ഡോളറിലായിരിക്കും ഇഷ്യൂ ചെയ്യുക, നോട്ട് ഇൻ അവർ കറൻസി. പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന രാജ്യം നമ്മുടേതാണ്. അപ്പോൾ ബട്ട് നോർമലി ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് ഇൻ ഇഷ്യൂവേഴ്സ് കറൻസി. Like other bonds, it also pays interest at specific intervals and pays its principal amount back to bondholder at the maturity. അതിലൊന്നും വ്യത്യാസമില്ല. Then international bonds are generally corporate bonds. കമ്പനീസ് ആണ് അത് ഇഷ്യൂ ചെയ്യുക, അതുകൊണ്ടാണ് അതിനെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. International bonds can offer portfolio diversification but are highly subject to currency risk. ഇതിങ്ങനെ മറ്റ് ഇഷ്യൂവറുടെ രാജ്യത്തിലുള്ള ഡിഫറെൻറ്റ് കറൻസീസിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ കറൻസി റിസ്ക് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ അതിനെന്താണ്, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോണ്ടാണ് ഇൻ്റർനാഷണൽ ബോണ്ട് എന്ന് പറയുന്നത്. Now we are going to discuss about the different types of international bonds. And that first one is Euro bond. Euro bonds are debt issued and traded in countries other than the country in which the bond's currency or value is denominated in. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഏത് രാജ്യം ആണോ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യണത്, എവിടെയാണ് ഇഷ്യൂ ചെയ്യണതെന്നല്ല, ഏത് രാജ്യമാണോ ഇഷ്യൂ ചെയ്യുന്നത് അവർ ആ കറൻസിയിൽ, ഏത് രാജ്യത്തിൻ്റെ കറൻസിയിലാണോ ഇഷ്യൂ ചെയ്യുന്നത് അവിടെ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യില്ല. ക്ലിയർ? country in which the bond's currency or value is denominated. Say for example, ഒരു ഫ്രഞ്ച് കമ്പനിയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യണത് വിചാരിക്കാം. ആൻഡ് ദ ബോണ്ട് ഈസ് വാല്യൂഡ്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ കറൻസി എന്ന് പറയുന്നത് US ഡോളറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ സം അതർ കൺട്രി. ജർമ്മനിയിലാണ് ഇഷ്യൂ ചെയ്യണത് വിചാരിച്ചോളൂ. ഇഷ്യൂ ചെയ്യുന്ന ആൾ ഫ്രാൻസാണ്, അത് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന US കറൻസി US ഡോളേഴ്സിലാണ്, ഇഷ്യൂ ചെയ്യണത് വേറെ രാജ്യത്താണ്. അപ്പോൾ ഈ അമേരിക്കയിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. ബോണ്ട് കറൻസി വാല്യൂ അത് എവിടെയാണോ, ഏത് കറൻസീൻ്റെ വാല്യൂവിലാണോ അത് വച്ചിരിക്കുന്നത്, ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, ആ രാജ്യം ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും അത് ഇഷ്യൂ ചെയ്യാം. ദീസ് ബോണ്ട്സ് ആർ ഓഫൻ ഇഷ്യൂഡ് ഇൻ എ കറൻസി ദാറ്റ് ഈസ് നോട്ട് ദ ഡൊമസ്റ്റിക് കറൻസി ഓഫ് ദ ഇഷ്യൂവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഫ്രഞ്ച് കമ്പനി അവരുടെ ഫ്രഞ്ച് കറൻസിയിലല്ല അവരത് ഇഷ്യൂ ചെയ്യുക, വേറൊരു കറൻസിയിലാണ്, ഇഷ്യൂവറുടെ കറൻസിയിലല്ല ചെയ്യുക. ദീസ് ബോണ്ട്സ് ജനറലി ആർ ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓൺ ദ യൂറോപ്യൻ കോണ്ടിനെൻ്റ്. അതുകൊണ്ടാണ് അതിനങ്ങനെ യൂറോ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് വന്നത്. ബട്ട് ദേ ക്യാൻ ബി ട്രേഡഡ് ഇൻ നോൺ യൂറോപ്യൻ കൺട്രീസ് ഓൾസോ. ഇത് എവിടെ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഇപ്പോൾ യൂറോപ്പിലാണ്, ഫ്രാൻസാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്യാൻ ട്രേഡ് ഇറ്റ് ഇൻ ഇന്ത്യ ഓൾസോ. പക്ഷേ അതിൻ്റെ കറൻസി ഏതാണെങ്കിലും, അതിപ്പോൾ US കറൻസിയിലാണ് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ US അത് ഇഷ്യൂ ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് അല്ലെങ്കിൽ ജാപ്പനീസ് കറൻസി യെന്നിലാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ ജപ്പാനിൽ അത് ട്രേഡ് ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ ബോണ്ട്. യൂറോ ബോണ്ട് കഴിഞ്ഞു, പിന്നെ ഉള്ളത് ഗ്ലോബൽ ബോണ്ടാണ്. ഗ്ലോബൽ ബോണ്ട്സ് ആർ സിമിലർ ടു യൂറോ ബോണ്ട്സ് but they can also be traded and issued in the country whose currency is used to value the bond. അപ്പോൾ ഏത് കറൻസിയിലാണോ ബോണ്ടിൻ്റെ വാല്യൂ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്
ആ രാജ്യത്തും ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലോബൽ ബോണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് എനിവെയർ. പിന്നെ ഉള്ളത് ബ്രാഡി ബോണ്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ബ്രാഡി ബോണ്ട്സ് ആർ സോവറിൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് issued by developing countries but denominated in US dollars and backed by US Treasury bonds. അതായത് ഡെവലപ്പിംഗ് നേഷൻസിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ബോണ്ടാണ് ഈ ബ്രാഡി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡെവലപ്പിംഗ് കൺട്രി ഇഷ്യൂ ചെയ്താലും അത് US ഡോളറിൽ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവർക്കുള്ള ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്, ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഈ ഡെവലപ്പിംഗ് നേഷൻസിന് ഒരു ഇക്കണോമിക് സപ്പോർട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ട്, വിച്ച് വിൽ ബി ഗ്യാരണ്ടീഡ് ബൈ ബാക്ക്ഡ് ബൈ US ട്രഷറി ബോണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗ്ലോബൽ പ്രോഗ്രാം ഡെവലപ്ഡ് ഇൻ 1989 കൊണ്ടുവന്ന ഒരു ഗ്ലോബൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രാഡി ബോണ്ട്സ് വരുന്നത്. ബ്രാഡി ബോണ്ട്സ് ആർ മീൻസ് ടു ഹെൽപ്പ് ദ കൺട്രീസ് വിത്ത് എമേർജിംഗ് ഓർ എംബാറ്റിൽഡ് എക്കണോമീസ് ബെറ്റർ മാനേജ് ദ ഇൻ്റർനാഷണൽ ഡെപ്റ്റ്. അവരുടെ ഇൻ്റർനാഷണൽ ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1989 കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ബ്രാഡി ബോണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, which will be issued by developing countries and the bond will be denominated in the US dollars, and will be backed by US Treasury bonds. Then what is the difference between foreign bond and international bond? Is there any difference? These two terms are sometimes synonymously used, and is there any difference between international bond and foreign bond? International bonds and foreign bonds are not the same. Foreign bonds are issued in a domestic market by a foreign issuer but in the currency of domestic country. ഇതാണ് വ്യത്യാസം. ഫോറിൻ ബോണ്ട്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു ഫോറിൻ ഇഷ്യൂവർ, പുറത്തുനിന്നുള്ള ആൾ തന്നെയാണ് ഇഷ്യൂ ചെയ്യണത്. പക്ഷേ ഇൻ്റർനാഷണൽ ബോണ്ടിൽ അതെന്തായിരിക്കും? ഇഷ്യൂവറുടെ കറൻസിയിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുക. അൺലെസ് ഇറ്റ് ഈസ് എ യൂറോ ബോണ്ട് അല്ലാത്ത ബാക്കിയൊക്കെ ഇഷ്യൂവറുടെ കറൻസിയിലാണ് ഇഷ്യൂ ചെയ്യുക. പക്ഷേ ഫോറിൻ ബോണ്ട് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഫോറിൻ ഇഷ്യൂവറാണ് ഇഷ്യൂ ചെയ്യുക, ബട്ട് ഇൻ ഡൊമസ്റ്റിക് കറൻസി. അപ്പോൾ ഇന്ത്യയിൽ അമേരിക്കയിലുള്ളൊരു ഫേം ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പി ഇറ്റ് ഈസ് എ ഫോറിൻ ബോണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ US ഡോളർ ഇറ്റ് ഈസ് എ ഇൻ്റർനാഷണൽ ബോണ്ട്. അതാണ് ഡിഫറൻസ്. For example, a bond that is issued in Canada and valued in Canadian dollar by a US company is a type of foreign bond. കാനഡയിൽ ഇഷ്യൂ ചെയ്യുകയാണ്, പക്ഷേ US കമ്പനിയാണ് ഇഷ്യൂ ചെയ്യണത്, പക്ഷേ അത് കനേഡിയൻ ഡോളറിലാണ് ഇഷ്യൂ ചെയ്യണതെങ്കിൽ അത് ഫോറിൻ ബോണ്ടാണ്, ഇൻ്റർനാഷണൽ ബോണ്ടല്ല. Often foreign bonds bear cute names reflecting the local currency or countries they are issued in. The bond in the above example would be referred to as മാപ്പിൾ ബോണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ കറൻസിക്ക് അനുസരിച്ച് ഭയങ്കര ക്യൂട്ട് നെയിംസാണ് ഈ ഫോറിൻ ബോണ്ടുകൾക്ക് ഇടുക. അങ്ങനെ ഇപ്പോൾ വേറെ കുറേ പേരുകൾ പഠിച്ച് ഓർക്കുന്നില്ല. ഓക്കെ, മാപ്പിൾ ബോണ്ട് എന്നാണ് ഇതിനെ കനേഡിയൻ ഡോളേഴ്സിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ മാപ്പിൾ ബോണ്ട് എന്നാണ് പറയാം. Then now we are going to discuss about foreign currency convertible bonds. ഇൻ്റർനാഷണൽ ബോണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. A foreign currency convertible bond FCCB is a type of convertible bond issued in a currency different than the issuer's domestic currency. അതായത് നമുക്കറിയാലോ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇന്നലെ നമ്മൾ കവർ ചെയ്തതാണ് ഈ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത് അത് ഇഷ്യൂഡ് ഇൻ എ കറൻസി ഡിഫറെൻറ്റ് ഫ്രം ദ ഇഷ്യൂവേഴ്സ് ഡൊമസ്റ്റിക് കറൻസി. ഇഷ്യൂ ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനി ആണെങ്കിൽ US ഡോളേഴ്സിൽ അല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനിയാണ് ഇഷ്യൂ ചെയ്യണത്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഇൻ ഇന്ത്യൻ റുപ്പി. അപ്പോൾ അത് ഫോറിൻ കറൻസിയിൽ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. In other words, the money being raised by the issuing company is in the form of foreign currency. കാശ് ആ ബോണ്ടിൽ നിന്ന് റേസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി ആയിരിക്കും.
ഓക്കെ, അത് ഫോറിൻ എക്സ്ചേഞ്ചും കൂടെ ഫോറിൻ കറൻസി അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ്. എ കൺവേർട്ടബിൾ ബോണ്ട് ഈസ് എ മിക്സ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ബോണ്ട് ബൈ മേക്കിംഗ് റെഗുലർ കൂപ്പൺ ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്സ്, but these bonds also give the bondholder the option to convert the bond into stock. അപ്പോൾ ഈ ബോണ്ട് നമുക്കറിയാം, കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയും കൂടി കാണുന്നതാണ്. ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ബോണ്ട് ഹോൾഡർക്ക് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സ്റ്റോക്ക്. These kinds of bonds are often listed by large multinational companies with offices around the world seeking to raise money in foreign currencies. അവർക്ക് ഫോറിൻ കറൻസിയിൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനീസാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇങ്ങനെ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഇറ്റ് ഹെൽപ്സ് ടു റേസ് മണി ഔട്ട്സൈഡ് ദ ഹോം കൺട്രി, ദെർബൈ എനേബിളിംഗ് ടേപ്പിംഗ് ന്യൂ മാർക്കറ്റ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയാണ്, ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഇൻറ്റൻഷൻ ടു സെറ്റപ്പ് എ ബിസിനസ് ഇൻ ജപ്പാൻ. പക്ഷേ ജാപ്പനീസ് ചെയ്യാനൊക്കെ വേണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആവും ഇങ്ങനെ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യണത്, മണി റേസ് ചെയ്യാൻ. FCCBs are generally issued by companies in the currency of those countries where interest rates are usually lower. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവുള്ള രാജ്യങ്ങളുടെ കറൻസിയിലായിരിക്കും ഇവരിത് റേസ് ചെയ്യുക. Than the home country or the foreign country economy is more stable than the home country economy. അപ്പോൾ ഒന്നുകിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആയിരിക്കും നോക്കുക. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവാണെങ്കിൽ, കുറവുള്ള രാജ്യങ്ങളിലെ കറൻസിയിലായിരിക്കും നമ്മൾ ബോണ്ട് റേസ് ചെയ്യുക, ബോണ്ട് ഡിനോമിനേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇക്കോണമിയൊക്കെ അല്ല, നമ്മൾ ഡൊമസ്റ്റിക്കിനേക്കാൾ സ്റ്റെബിലിറ്റി പുറത്താണ് എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയൊക്കെയാണ് ഈ FCCBs ജനറലി ഇഷ്യൂ ചെയ്യാറ്. FCCB holders can convert the bond into equity to benefit out of the equity price appreciation. ഷെയർ പ്രൈസസിൽ ഭയങ്കര ഹൈക്കൊക്കെ വരികയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആവുമ്പം ഈ ബോണ്ട് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, ദേ ക്യാൻ കൺവേർട്ട് ദെയർ ബോണ്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. Then foreign currency convertible bond holders enjoy the safety of guaranteed payment on the bond and may opt to continue with the bond if equity or depository receipt conversion is in more beneficial. ഇപ്പോൾ ഇക്വിറ്റി പ്രൈസസ് ഒന്നും കൂടുന്നൊന്നുമില്ല, വലിയ ലാഭമൊന്നുമില്ല ഷെയറിലേക്ക് മാറ്റിയാൽ എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ബോണ്ട്. അവർക്കത് മാറ്റാതെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു എഷ്യൂർഡ് ആയിട്ടുള്ള, സേഫ്റ്റി ആയിട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റാണ് ഈ FCCBs എൻഷുർ ചെയ്യണം. Then the coupon payments on these bonds are usually lower than a straight coupon bearing plan vanilla bond. This helps the issuer to reduce the cost of borrowing. ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ കൺവേർട്ടബിലിറ്റി ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ അതിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ലോവർ ലെവലിലാണ് അവർ ഫിക്സ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവർക്കിത് നഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലോവർ ലെവലാണ് ഫിക്സ് ചെയ്യുക. ഇത് ഇഷ്യൂവറെ സംബന്ധിച്ച്, ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആരാണോ FCCB ഇഷ്യൂ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അത് കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം കടത്തിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കുറയാണ് ചെയ്യുക. Then exchange rate fluctuations in favor of the issuer can further reduce the cost of debt capital. ഈ കറൻസി ഫ്ലക്ച്വേഷൻസ് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ദ ഇഷ്യൂവർക്ക് ഫേവറബിൾ ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ then cost of debt can be further reduced. The conversion of FCCBs into equity usually happens at a price already decided at the time of issuance and is usually at a premium. So dilution of the company is lower. അതായത് ഈ ബോണ്ടിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റേറ്റ് സാധാരണഗതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആഫ്റ്റർ 5 years യു ക്യാൻ കൺവേർട്ട് ദിസ് ബോണ്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ഇത്ര എമൗണ്ട് അറ്റ് എ പ്രീമിയമാണ് സാധാരണഗതിയിൽ അത് ഉണ്ടാവുക. കാരണം ഇവർക്ക് കൂപ്പൺ റേറ്റ് കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈസ് ഷെയർ പ്രൈസിന് മുകളിൽ പ്രീമിയം എമൗണ്ട് കാണിച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസസിനകത്ത് വല്ലാതെ കളിക്കാൻ കമ്പനീസിന് സാധിക്കില്ല, ഡയലൂഷൻസ് ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത്രയാണ് FCCBസിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം.
FCCBs when converted into equity brings down the earnings per share and will also dilute the ownership. അങ്ങനെ ബോണ്ടുകളൊക്കെ ഷെയർ ആയിട്ട് മാറ്റുന്ന സമയത്ത് കൂടുതൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുകയും കൺട്രോൾ ഡയല്യൂട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ആൻഡ് വെൻ ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ് ഏർണിംഗ് പെർ ഷെയർ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇഷ്യൂവറുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്. In a falling stock market, there will be no demand for FCCBs. സ്റ്റോക്ക് മാർക്കറ്റ് ഡൾ ആണെങ്കിൽ, ബാരിഷ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഈ FCCBക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇക്വിറ്റി എന്നുള്ളതാണ്. കാരണം കൂപ്പൺ റേറ്റ്സ് കുറവാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യാണ് ട്രെൻഡ് കാണിക്കുന്നതെങ്കിൽ അവിടെ FCCB വിൽ നോട്ട് ബി ഹാവിങ് മച്ച് ഡിമാൻഡ്. FCCB may remain as debt and not get converted at all. അങ്ങനെയും സംഭവിക്കാം. ഈ ഒരു കമ്പനീൻ്റെ ഷെയർ പ്രൈസസിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിലും ഡെപ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കമ്പനീസിനെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂട്ടുകയാണ്. അല്ലെങ്കിൽ ഡെപ്റ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് റിമെയിൻ ചെയ്യാണ്. ദേ ആർ നോട്ട് ഏബിൾ ടു സെറ്റിൽ ഓഫ് ദ ഡെപ്റ്റ് എന്നുള്ളൊരവസ്ഥ വരും. Then FCCB is shown as a debt on balance sheet until conversion. കൺവേർഷൻ വരെ അത് കടായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ദാറ്റ് മേ ക്രിയേറ്റ് പ്രോബ്ലംസ്, കൂടുതൽ ഡെപ്റ്റ് സൈഡിൽ വരുന്നത്, ലയബിലിറ്റി സൈഡിൽ വരുന്നത്. Then in case of redemption, cash outflows heavy in one financial year, unlike traditional debt which has regular payments. നമുക്ക് ആനുവൽ പേയ്മെൻറ്റ്സിലൂടെ ഒന്നും ഇത് സെറ്റിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്ന സമയത്ത് എപ്പോഴാണോ ഇത് റെഡീം ചെയ്യേണ്ടത് ആ സമയത്ത് ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ബേർഡനാണ് കമ്പനീസിന് വരിക. ദെൻ എനി ഡിപ്രീസിയേഷൻ ഇൻ റുപ്പി against the designated foreign currency may make the interest and principal repayment costly. ഡിപ്രീസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോറിൻ കറൻസിയിലാണല്ലോ അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ ഇഷ്യൂവറുടെ നാട്ടിലുള്ള കറൻസി വല്ലാതെ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, പ്രിൻസിപ്പൽ പേയ്മെൻറ്റിനെയൊക്കെ വല്ലാതെ ബാധിക്കും. The end use of the proceeds is restricted. നമുക്ക് ഇത് എങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. The issuer does not control conversion. ഇഷ്യൂവർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ പറയാൻ പറ്റില്ല. The book value of the converted shares depend on prevailing exchange rates. എക്സ്ചേഞ്ച് റേറ്റ്സിൻ്റെ ബേസിസിലാണ് ഈ ബുക്ക് വാല്യൂ തീരുമാനിക്കുക. The cost ultimately depended on share price development. The cost of the FCCB ultimately depend on share price development. ഇത്രയൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് FCCB എന്ന് പറയുന്നത്. So now in this video we have already covered international bonds, what is meant by international bond and what are the different types of international bonds, which includes Euro bond, global bond and Brady bonds. Then we have discussed what is foreign currency convertible bonds. Then okay, hope it is clear. If you have any doubts, please feel free to ask it. Thank you.